ഫ്രണ്ട്സ്, ട്രാവൽ ആത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് കാപ്പാട് ബീച്ചിലാണ്. വാസ്കോ ഡ ഗാമ കാലുകുത്തിയ സ്ഥലമാണിത്. അപ്പോൾ ഈ ബീച്ചിൽ നല്ല തണുത്ത കാറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തുന്നുണ്ട്. വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്കിപ്പോൾ തന്നെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ബീച്ചിന്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു ബീച്ചാണ് കാപ്പാട് ബീച്ച്. കാപ്പാട് ബീച്ചിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് വാസ്കോ ഡ ഗാമയാണ്. 1498 പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമ ആദ്യമായി ഇന്ത്യയിൽ കാലുകുത്തിയത് ഈ കോഴിക്കോടുള്ള കാപ്പാടാണ്. പിന്നെ കാപ്പാട് ബീച്ചിന്റെ മറ്റൊരു പ്രത്യേകതയാണ് കടലിലേക്ക് ഇറക്കി കല്ലുകൊണ്ട് കെട്ടിയിട്ടുള്ള സ്ഥലങ്ങൾ കാണാം. അതിലൂടെ നമുക്ക് കടലിന്റെ ഒരു കുറച്ച് ഭാഗത്തേക്ക് നടന്ന് അതിന്റെ അടുത്തുള്ള കാഴ്ചകളൊക്കെ നമുക്ക് മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റും. മനോഹരമായൊരു ബീച്ചാണിത്. ഇതിന്റെ ആ കാണുന്ന ഭാഗത്താണ് കുട്ടികൾക്ക് കളിക്കാനൊക്കെയുള്ള സ്ഥലം ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരാണ് ഇവിടെ ഇത് കാണാൻ വേണ്ടിയിട്ടും വൈകുന്നേരം സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഭാഗത്തേക്ക് പോയി നോക്കാം. കോഴിക്കോട് നിന്ന് ഏകദേശം 15 കിലോമീറ്റർ അകലെയാണ് ഈ കടൽ തീരം. അവിടെ വാസ്കോ ഡ ഗാമ വന്നിറങ്ങിയ വർഷവും അതുപോലെ തന്നെ വാസ്കോ ഡ ഗാമ ലാൻഡ് ഹിയർ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്തൂപവും ഉണ്ട്. ഇപ്പം നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, നമ്മൾ മറ്റൊരു ഭാഗത്തെ കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് ആസ്വദിക്കാൻ പറ്റിയ ഇരിപ്പിടങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതുവരെ നമ്മൾ കണ്ടത് കാപ്പാട് ബീച്ചിലെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ്. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.